ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. തന്റെ ഫോണിൽ എന്തൊക്കെയോ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രഭാവതി. അതേസമയം പ്രതാപൻ അങ്ങോട്ടേക്ക് വരികയാണ്. ചേച്ചിയുടെ ഫോണിൽ കുത്തി രസിച്ചിരുന്നു. ഞാനിവിടെ തീയുടെ പുറത്തുകൂടിയാ നടക്കുന്നത്. ആ 30 ലക്ഷത്തിന്റെ കാര്യം ചേച്ചി മറന്നെന്ന് എനിക്ക് തോന്നുന്നൊക്കെ പ്രതാപൻ പറയുമ്പോ പ്രഭാവതി പറയുകയാണ്, എടാ അങ്ങനെയല്ല, അന്ന് നടന്ന കാര്യങ്ങളെല്ലാം നീയും കണ്ടതല്ലേ എന്ന് കരുതി അവന്മാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് വിശാലിനോട് ചോദിക്കാം. ചേച്ചി, പാർവതി ഇല്ലാത്ത സമയത്ത് വേണം ചേച്ചി ചെന്ന് ചോദിക്കാൻ. അവളുള്ളപ്പോൾ ചേച്ചി ചെന്ന് ചോദിച്ചാലേ ആ പണം കിട്ടാനേ പോകുന്നില്ലെന്ന് പ്രതാപൻ പറയുമ്പോൾ അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാമെന്ന് പ്രഭാവതിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. പാറു വീണ്ടും വിശാലിനോട് ചെന്ന് സംസാരിക്കുകയാണ്. സാറിനോട് ക്ഷമിക്കണമെന്നൊക്കെ പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അത് പിന്നെ തന്നെ എല്ലാവരും ചേർന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ എന്നോട് തന്നെ ദേഷ്യം തോന്നി. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. എനിക്ക് തന്നോട് പിണക്കമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഇനി ഒരിക്കലും സംഭവിക്കരുത്. ഇല്ല സാർ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകില്ല. സാറ് തന്ന ഭിക്ഷയാണ് എൻ്റെ ജീവിതം. ഇനി സാറിനെ മറച്ചുവെച്ച് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശാലിന് സത്യം ചെയ്ത് നൽകുകയാണ് പാർവതി. ഇത് കേൾക്കുന്ന വിശാല് പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന പല്ലവി പറയുകയാണ്, ഞാൻ കരുതിയത് ഇവർ തമ്മില് പിണങ്ങിയിട്ടുണ്ടാകുമെന്നാ. വിശാൽ സാറിനെ സമ്മതിക്കണം. ചേച്ചി ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ചേച്ചിയോട് പിണങ്ങാതെ മിണ്ടിയല്ലോ. വിപിൻ സാറും എന്നോട് ഇങ്ങനെ തന്നെ മിണ്ടിയാ മതിയായിരുന്നെന്ന് പല്ലവി മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ ചെല്ലുന്ന പല്ലവി മുല്ലപ്പൂവൊക്കെ വെച്ച് നിൽക്കുകയാണ്. അതേസമയം വിപിൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. തുടർന്ന് പല്ലവി മനസ്സിൽ പറയുകയാണ്, ഈ വീട്ടിലെ എല്ലാവർക്കും ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് വിപിൻ സാറും ഒത്തിനി ജീവിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയുമില്ല. തുടർന്ന് പല്ലവി കയറി വിപിന്റെ അടുത്തേക്ക് കിടക്കുമ്പോൾ വിപിൻ മാറി മാറി പോവുകയാണ്. എന്റെ വിപിൻ സാറേ, എന്തിനാ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നതെന്ന് പല്ലവി ചോദിക്കുന്നു. തുടർന്ന് വിപിൻ ദേഷ്യത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്റെ വിപിൻ സാറേ, ഇപ്പോ കാര്യങ്ങളെല്ലാം ഇവിടെയുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് എന്താ പ്രശ്നം? ഞാൻ എന്താ വല്ല പാമ്പോ മറ്റോ ആണോ സാറിങ്ങനെ നീങ്ങി നീങ്ങി പോകാൻ? ഇത് കേൾക്കുന്ന വിപിൻ പറയുകയാണ്, പാമ്പ് നിന്നെക്കാളും ഭേദമായിരുന്നു. വിഷമുണ്ടെന്ന് ആദ്യമേ അറിയാലോ. നീ അതുപോലെയല്ലല്ലോ. എന്റെ വിപിൻ സാറേ, ഇനിയും നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു അകൽച്ചയെന്ന് പല്ലവി ചോദിക്കുന്നു. എനിക്ക് നിന്റെ അടുത്തോട്ട് ചേർന്നിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിപിൻ ഒരു ഷീറ്റ് എടുത്ത് തറയിലേക്ക് വിരിച്ച് മാറിക്കിടക്കുകയാണ്. ഇത് കാണുന്ന പല്ലവി പറയുകയാണ്, എത്ര നാൾ സാറിങ്ങനെ മാറിക്കിടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. പെണ്ണ് വിചാരിച്ചാലേ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിപിനെ നോക്കുകയാണ് പല്ലവി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ്. പ്രതാപൻ ടെൻഷനോടെ മുറ്റത്തുകൂടി നടക്കുകയാണ്. എന്താണെങ്കിലും ഫോൺ ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ട് പാതി സമാധാനമുണ്ട്. ആരൊക്കെ വിളിച്ചാലും കിട്ടില്ലല്ലോ. അങ്ങനെ കുറച്ചു നേരമെങ്കിലും കടക്കാരുടെ ശല്യത്തിൽ നിന്നും സമാധാനത്തോടെ നിൽക്കാമെന്നും പ്രതാപൻ പറയുന്നു. അതേസമയം ഒരു കാറ് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയത്ത് ഇതാരാണെന്ന് പ്രതാപൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് പ്രതാപൻ പണം കൊടുക്കാനുള്ള ആളായിരുന്നു. അയാളെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപൻ. തുടർന്ന് അയാള് പ്രതാപന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ പറയുകയാണ്, നീ എന്ത് കരുതി ഫോൺ ഓഫ് ചെയ്താൽ ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകാമെന്നും? നിന്നെക്കാളും വലിയ ഫ്രോഡിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് പണം എങ്ങനെ വാങ്ങിച്ചെടുക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അയാൾ പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, നിങ്ങളുടെ പണം എന്താണെങ്കിലും ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തരാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് വന്നാൽ മതി. 1 മണിക്കൂറിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയുമെന്നൊക്കെ അയാൾ പറയുമ്പോൾ അയാളെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് പ്രതാപൻ. തുടർന്ന് പ്രതാപൻ ചെന്ന് പ്രഭാവതിയോട് ഈ കാര്യം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ നിക്ക്, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പ്രഭാവതി നേരെ ചെല്ലുന്നത് പല്ലവിയുടെ അടുത്തേക്കാണ്. നീ ചെയ്യുന്ന ജോലിക്കൊക്കെ നിനക്ക് എത്ര ശമ്പളം വേണമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ വീട്ടിലല്ലേ ജോലി ചെയ്യുന്നത്. മോളെ, ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് നീ ഒരുമാതിരി കോലം കെട്ടു, അതാ ഞാൻ ചോദിച്ചത്. ഇത് കേൾക്കുന്ന പല്ലവി പറയുകയാണ്, അമ്മ വിചാരിച്ചാൽ എന്റെ കോലമൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ സ്വർണത്തിൽ നിന്ന് കുറച്ച് സ്വർണമൊക്കെ എനിക്ക് തന്നാ മതി. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അതിന് ഞാൻ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിന്റെ ചേച്ചി പാർവതി വിചാരിച്ചാൽ മതിയല്ലോ. ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നിന്റെ ചേച്ചി പാർവതിയാണ്. അതുകൊണ്ട് നീ നിന്റെ ചേച്ചിയോട് തന്നെ പൊന്നാണെങ്കിലും പണമാണെങ്കിലും ഓഫീസ് ജോലിയാണെങ്കിലും എല്ലാം അങ്ങോട്ടേക്ക് ചോദിച്ചാൽ മതിയെന്ന് പ്രഭാവതി പറയുമ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് പല്ലവി പാറുവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇത് കാണുന്ന പ്രഭാവതി പറയുകയാണ്, ഇപ്പോൾ എന്താണെങ്കിലും ചേച്ചിയും അനിയത്തിയും തമ്മിൽ മുട്ടം വഴക്കാകും. അത് കാണാൻ തന്നെ നല്ല ചേലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.